ചെറുകുറുനിരകൾ ചുവടിടും കവിളുകളിൽ നനു നനി നഖപടമെഴുതും സുമശര വിരലുകളിൽ ഒരു പൂവിരിയും ഒരു പൂക്കൊടി കുളിരവിടൊഴുകി വരും മനസ്സും മനസ്സും മധുരം നുകർ അസുലഭ ശുഭനിമിഷം ഇനിയൊരു ലഹരി തരൂ ഇഴുകിയ ശ്രുതി പകരൂ ഹിമഗിരി ശിഖരികളെ കരളിന് കുളിരല പണിതു തരൂ കുനുകുനി ചെറുകുറുനിരകൾ ചുവടിടും കവിളുകളിൽ നനു നനി നഖപടമെഴുതും സുമശര വിരലുകളിൽ കുനുകുനി ചെറുകുറുനിരകൾ ചുവടിടും കവിളുകളിൽ നനു നനി നഖപടമെഴുതും സുമശര വിരലുകളിൽ ഒരു പൂവിരിയും ഒരു പൂക്കൊഴിയും കുളിരവിടൊഴുകി വരും മനസ്സും മനസ്സും മധുരം നുകർ അസുലഭ ശുഭനിമിഷം ഇനിയൊരു ലഹരി തരൂ ഇഴുകിയ ശ്രുതി പകരൂ ഹിമഗിരി ശിഖരികളെ കരളിന് കുളിരല പണിതു തരൂ ശശിലേഖേ നീ പുൽകി പുൽകി ചേരും ശശികാന്തക്കല്ലായി പോയൻ മാനസം തുളസി തീർത്ഥം കിനിയും ഗംഗ കൊണ്ടുവച്ച ശിഖരം ഉണരും നീ പാൽ നഗരം കൊണ്ടുതന്ന നിന്നെ ഇന്നു പകരം സ്വർഗമീ രംഗം സ്വന്തമീ ബന്ധം സുന്ദരം ജന്മസംഗമം കുനുകുനി ചെറുകുറുനിരകൾ ചുവടിടും കവിളുകളിൽ നനു നനി നഖപടമെഴുതും സുമശര വിരലുകളിൽ ഒരു പൂവിരിയും ഒരു പൂക്കൊഴിയും കുളിരവിടൊഴുകി വരും മനസ്സും മനസ്സും മധുരം നുകർ അസുലഭ ശുഭനിമിഷം ഇനിയൊരു ലഹരി തരൂ ഇഴുകിയ ശ്രുതി പകരൂ ഹിമഗിരി ശിഖരികളെ കരളിന് കുളിരല പണിതു തരൂ കുനുകുനി ചെറുകുറുനിരകൾ ചുവടിടും കവിളുകളിൽ ചുവടിടും കവിളുകളിൽ വെരി നൈസ്. ശിവപ്രിയ എങ്ങനെ പാടി? സുഖാണോ? സുഖമാണ് നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ല കുഴപ്പമില്ല. Okay. നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കടന്നാലോ? രഞ്ജന ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ശിവപ്രിയ എന്തോ കുനുകുനെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? കാരണം ആ ഒരു സമയത്ത് യോധ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് റഹ്മാൻ സാറിന്റെ പാട്ട്, റഹ്മാൻ സാർ ആദ്യമായിട്ട് മലയാളത്തിൽ ഉണ്ടാക്കുന്ന പാട്ട് മാമ്പൂവയും ഇതും എന്റെ ഫേവററ്റ് ആയിരുന്നു. മാമ്പൂവയാണ് എനിക്ക് കുറച്ചും കൂടെ ഫേവററ്റ്. അത് എന്താന്ന് എനിക്കറിയില്ല. ഒരു ആൽബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ട് എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അത് എന്റെ കഥ, ഒരു പ്രത്യേക ജന്മം. കറക്റ്റ്. അത് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. എന്തായാലും കുനുകുനെ എന്നുള്ള പാട്ട് സോ പ്രിറ്റി, അതിൽ എല്ലാ വിഷ്വൽസും എല്ലാം ഇതായിട്ട് വരുന്നു. ഇതിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ സുജാ ചേച്ചിയോ ദാസറോ പാടിയ പോലെ അല്ല പാടിയത്. യു സാങ് എക്സാക്ട്ലി ലൈക്ക് യുവർ സെൽഫ്. ശിവപ്രിയ പാടിയ പോലെയാണ് തോന്നിയത്. ഒരു മിമിക്കിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു ഇമിറ്റേറ്റിംഗ് ടു ബി സമ്മൺ എൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല താൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ് പാടിയത്. അതെ, അതിന്റെ ലാസ്റ്റ് ഇങ്ങനെ എറിയുന്ന നോട്ട്സ് ഒക്കെ ഭയങ്കര ട്രിക്കിയാണ്. ചേച്ചി പറഞ്ഞു അസലായി. ആ നല്ല രസമായിട്ട് അതൊക്കെ വീണു. ഓൺ ദ ഹോൾ ഐ റിയലി ലൈക്ക്. എനിക്കത് കുറ്റൊന്നും പറയാനില്ല. താങ്ക് യു. എനിക്കും ഒന്നും പറയാനില്ല. താങ്ക് യു. എനിക്ക് ഒന്ന് ഡ്രസ് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തത് നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് തുടങ്ങിയപ്പോ തൊട്ട പുള്ളിക്കാരി ചെറിയ ചെറിയ മൂവ്മെന്റ്സ് നന്നായി ചെയ്തു. പാട്ടും നന്നായിട്ട് പാടി. സന്തോഷം. അത്രേ ഉള്ളൂ. ശിവപ്രിയ നന്നായിട്ട് പാടി. ഇവരൊക്കെ പറഞ്ഞ തന്നെയാണ് എനിക്കും. എന്നാലും ശ്രദ്ധിക്കാനായിട്ട് വേണ്ടി ഒരു കാര്യം പറയുന്നത്, തുണ്ടുപലവി റിപ്പീറ്റ് ചെയ്തപ്പോ അത് നന്നായിട്ട് ലയിച്ചു.
അതിന്റെ ശ്രുതിയും എല്ലാം ചേരുമ്പോഴാണല്ലോ അതിന്റെ ഒരു ലയം. അതെ. ഭാവം കൊണ്ടും അവിടെ നിന്ന് തൊട്ടാണ്. ആ ഫസ്റ്റ് പാടുന്ന നേരത്തെ ഒരു ചെറിയൊരു ഡൗട്ട്ഫുൾ ഫീൽ ഉണ്ടായിരുന്നു. ഒരു കോൺഫിഡൻസ് കുറവ് തോന്നി. കാരണം ആ നോട്ടുകൾ മുഴുവൻ ഇങ്ങനെ അടുത്തടുത്തുള്ള നോട്ടുകൾ, ഒരുപാട് ലൈൻസ്, ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് പാടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് മാത്രം അതിലൊക്കെ കുറച്ചൊരു ശ്രുതിയുടെ പ്രശ്നം നൊട്ടേഷനിൽ, നോട്ട് വൈസ്, ടോട്ടൽ ശ്രുതിയല്ല, ഒരു നോട്ട് കഴിഞ്ഞാൽ അടുത്ത നോട്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം. ഇത് ഫസ്റ്റ് പല്ലവിയിലെ ഉണ്ടായിരുന്നു കുറച്ച്. പക്ഷെ റിപ്പീറ്റ് വന്നപ്പോൾ ബ്യൂട്ടിഫുൾ, എക്സ്പ്രസീവ് ആയിരുന്നു. അത് ലാസ്റ്റും അതിമനോഹരമായിട്ട് വന്നു. താങ്ക് യു സർ. അവിടെ ഇവിടേക്ക് ചെറിയ പിച്ചിങ്ങിന്റെ പ്രശ്നമേ ഉള്ളൂ ചരണങ്ങളിലും അനുപലവിലും. പക്ഷെ ആറ്റിറ്റ്യൂഡ് വാസ് എക്സലന്റ്. യു സാങ് ഇറ്റ് വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ. താങ്ക് യു സോ മച്ച് എനിക്ക് ഇതുവരെ പെർഫോം ചെയ്ത് ഞാൻ ഗാനമേളക്കൊന്നും